രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇപ്പോൾ മിക്ക വീടുകളിലുമുള്ളൊരു പ്രശ്നമാണ് കൊതുകിൻ്റെ ശല്യം. ഇതുപോലൊരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് നമുക്ക് കൊതുകിൻ്റെ ശല്യം ഇല്ലാതാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വിളക്കുതിരിയാണ്. വിളക്കുതിരി നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം. നമുക്ക് ചെറിയൊരു മിക്സ് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി എടുക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി തയ്യാറാക്കാനെന്നുണ്ടെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പേസ്റ്റാണ്. പേസ്റ്റ് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ക്ലോസപ്പിൻ്റെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ ഒരു പീസ് നമ്മൾ പേസ്റ്റിലൊക്കെ വെക്കും പോലെ ഒരു ചെറിയൊരു പീസ് പേസ്റ്റ് എടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് കർപ്പൂരം ഞാനൊരു 3 കർപ്പൂരം ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിനകത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഇച്ചിരി എണ്ണ എടുക്കാം. അത് വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് ഒരല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്കിതെടുക്കാം. ഞാനിത് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ എവിടെയോ ഒരു പോസ്റ്റ് കണ്ടതാണ്. ഞാൻ വെറുതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷെ നല്ല മാറ്റമുണ്ട്. കൊതുകിൻ്റെ ശല്യമേ മാറി കിട്ടി. ഇനി നമുക്ക് ഈ പേസ്റ്റിനകത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വിളക്കുതിരി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ കൂടുതൽ വിളക്കുതിരി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഇത് വേഗത്തിലെടുത്ത് കത്തിക്കാനൊക്കെ ആയിട്ട് നല്ലത്. ഇപ്പം ഞാൻ എടുത്തതിൽ കൂടുതൽ പേസ്റ്റ് വരുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ കൂടുതൽ തിരിയും കൂടെ നമുക്ക് എടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. തിരിയിൽ നന്നായിട്ട് ഈ പേസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെറിയൊരു മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രമോ എന്തെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ ഇതുപോലെ ഒരു മൺചട്ടി എടുത്തിട്ടുള്ള അതിനകത്തിലേക്ക് ഇതുപോലെ തിരി വെച്ച് കൊടുത്തിട്ട് നമുക്ക് കത്തിക്കാം. അത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുറച്ച് നേരം ഏറെ നിന്ന് കത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ എന്തെങ്കിലും കൂടെ നമുക്ക് അതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഏറെ നേരം അത് നിന്ന് കത്തും. ഇപ്പോൾ ഈ കൊതുക് മൂലമുള്ള പകർച്ചപ്പനി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഏറെ കൊതുകുണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലൊരു തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആശ്വാസം കിട്ടാനായിട്ട് അത് സഹായിക്കും. എണ്ണ തീരുന്നതനുസരിച്ച് കുറച്ചും കൂടെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചേറെ നേരം അതിൽ നിന്ന് കത്താനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. കൊതുക് തിരി ആണെങ്കിലും അല്ലാതുള്ള മൊസ്കിറ്റോ റെപ്പല്ലൻസ് ഒക്കെ ആണെങ്കിലും ചിലർക്ക് അതിൻ്റെ സ്മെല്ല് പിടിക്കണം എന്നില്ല. ചിലർക്ക് അലർജി മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.